ആരോടും സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഒരു കണിക പോലും ഇല്ലാതെ സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇന്നേ വരെ നീ ജീവിച്ചത്, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്ന് പറയാൻ പറ്റും നിനക്ക്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുന്ന നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. നിങ്ങളുടെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ തന്നെ ഞാൻ ജീവിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹവും ഞാൻ നടത്തില്ല. നീ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? എത്രയും നാളുകൾ നീ എന്നെ ദ്രോഹിച്ചു, എന്തൊക്കെ ചെയ്തു നീ എന്നെ. എന്നിട്ടിപ്പോഴും എന്റെ ഭാര്യ എന്ന പദവിയിൽ തന്നെയാ നീ ജീവിക്കുന്നേ. നെല്ലിശ്ശേരിയിലെ നന്ദന്റെ ഭാര്യ, ആ സ്ഥാനം എന്റെ ദാനമാണെന്ന് നീ മറക്കരുത്. അല്ലാതെ ഒരു മേൽവിലാസവും നിനക്കില്ല. പക്ഷേ എന്റെ ഭാര്യ എന്ന പേരിന്റെ മറവിലിരുന്നുകൊണ്ട് ഈ കുടുംബം തകർക്കാനും ഇവിടെയുള്ളവരെ ദ്രോഹിക്കാനും ഇനി ഞാൻ നിന്നെ സമ്മതിക്കില്ല. എന്നെ ഉപേക്ഷിച്ചിട്ട് ആരുടെ കൂടെ ജീവിക്കാനാ നിങ്ങളത് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെ കൂടെ പോയി ജീവിച്ചാലും അതിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. കാരണം ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല. അങ്ങനെ നടിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ജീവിക്കുന്നത് മാത്രം. അതിനൊരു അവസാനം വേണം. എന്റെ മുന്നിൽ അതിനീ ഒരു വഴി മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ചാ ഞാനിപ്പോ മല കയറിയതും കുഞ്ഞുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചതും. അച്ഛന്റെ ആഗ്രഹം സാധിക്കാനോ? സച്ചിയുടെ അർച്ചനയുടെ യാത്ര മുടക്കാൻ വേണ്ടിയായിരിക്കും നീ അവരുടെ കൂടെ പോയത്. അവര് പോകുന്നതിലുള്ള കുശുമ്പ് പെരുത്തിട്ടായിരിക്കും നീ മല കയറിയത്. അല്ലാതെ നന്മയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ ഈ ജന്മത്ത് പ്രതീക്ഷിക്കുന്നില്ല. ദേ, ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പിരിയുമ്പോ നമുക്ക് നല്ല അന്തസ്സായിട്ടൊക്കെ പിരിയാം. അതുകൊണ്ട് ഇതിൽ ഒപ്പിട്ടേക്ക്. അതെ, എനിക്കങ്ങനെ പിരിയാൻ ആഗ്രഹമില്ലെങ്കിലോ? ദേ, ഞാനൊരു കാര്യം പറയാം. ഇന്നലെ വരെ നമുക്കിടയിൽ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഞാനല്ലാതെ മറ്റൊരു പെണ്ണ് വരാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം? നിന്റെ എന്നല്ല, ആരുടെ സമ്മതം എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടപ്പാക്കാൻ ഇനി അധികം താമസമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ ഒപ്പിടാം, അല്ലെങ്കിൽ ഒപ്പിടാതിരിക്കാം. രണ്ടായാലും ഇനി എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കില്ല.